എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാർബിൾ കേക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കണം. 1/4 ടീസ്പൂണിനടുത്താണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇതിൻ്റെ അളവ് കൂടി പോകണ്ട. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം നല്ലതുപോലെ സ്പാറ്റില കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 3 തവണ അരിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ 1 തവണ അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബൗളിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ കളറൊക്കെ മാറി ഒരു ക്രീം കളർ ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്ത ശേഷം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ പകുതി പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഇലക്ട്രിക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആ മൈദയുടെ മിക്സാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് വീതം ചേർത്തിട്ട് ഇതുപോലെ ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിനു മുമ്പ് ക്യാരറ്റും ഈന്തപ്പഴവും ചേർത്തിട്ടുള്ളൊരു കേക്കിൻ്റെയും പ്ലം കേക്കിൻ്റെയും അതുപോലെ ചോക്ലേറ്റ് കേക്ക്, ബട്ടർസ്കോച്ച് കേക്ക് ഇതിൻ്റെ എല്ലാ റെസിപ്പികളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം. ഈ മൈദയുടെ മിക്സ് 3 തവണയായിട്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് വീതം ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ തയ്യാറാക്കിയ ഈ കേക്കിൻ്റെ കൂട്ടിൽ നിന്നും ഒരു 1/4 ഭാഗം ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ച് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കാം. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് വാനില ഫ്ലേവറിലുള്ള ആ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒരു ലെയർ ഇതുപോലെ വാനില ഫ്ലേവറിലുള്ള കേക്കിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് കുറച്ച് വീതം അവിടെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 4-5 ഇടത്തായിട്ട് ഇതുപോലെ കുറച്ച് വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ വാനില ഫ്ലേവറിലുള്ള കേക്കിൻ്റെ കൂട്ടായിരുന്നു. അതിന് മുകളിലായിട്ട് വേണം ഈ 4-5 ഇടത്തായിട്ട് ഇതുപോലെ കുറച്ച് വീതം ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള വാനില ഫ്ലേവറിലുള്ള കേക്കിൻ്റെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു പോർഷൻ കവറാകുന്ന രീതിയിൽ വേണം ഈ വാനില ഫ്ലേവറിലുള്ള കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി വീണ്ടും ബാക്കിയുള്ള ചോക്ലേറ്റ് മിക്സ് കുറച്ച് വീതം അവിടെ ആയിട്ട് ഒരു 4-5 ഇടത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് പോലും ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാ ചോക്ലേറ്റ് മിക്സും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഒന്ന് സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ
35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 2 കോയിലും ഓൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവനിൽ 35 മിനിറ്റാണ് ഇത് പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അവൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്